ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾ കരുതിക്കാണ് എന്താപ്പോൾ ഈ മാജിക് ഓവൻ? വേറെ ഒന്നും അല്ല കേട്ടോ. പണ്ട് കൈരളി ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമാണ് മാജിക് ഓവൻ. ഇന്നാണെങ്കിൽ യൂട്യൂബിൽ നമുക്ക് ഒരുപാട് കുക്കിംഗ് ചാനലുകൾ ഉണ്ടല്ലോ. അന്നൊക്കെ ഞാൻ ഫോളോ ചെയ്തിരുന്നത് ഇതുപോലെ ടി വിയിൽ വരുന്ന കുക്കറി ഷോകളായിരുന്നു കേട്ടോ. അന്ന് ഞാൻ കണ്ടിരുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു കേട്ടോ മാജിക് ഓവൻ. അതിലെ അവതാരിക ഓരോ തവണയും ഓരോ വെറൈറ്റി ഡിഷസ് ആയിരിക്കും കേട്ടോ ഉണ്ടാക്കുക. എഴുതാൻ അത്രയും മടിയുള്ള ഞാൻ ഒരു ബുക്കും പെന്നും എടുത്തുകൊണ്ട് ടി വിയുടെ മുന്നിൽ അങ്ങനെ കുത്തിരിക്കും. അവതാരിക പറയുന്ന ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവുകളും നോട്ട് ചെയ്യാൻ വേണ്ടി. അത്രയും താല്പര്യത്തോടെ ഇരുന്ന് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും എൻ്റെ കിളി പോവുക. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കേൾക്കാത്ത കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ പേര് പറയും. മാത്രമല്ല, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഇത് അന്നത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇന്നാണെങ്കിൽ നമുക്കെല്ലാ മാർക്കറ്റിലും തൊട്ടടുത്തുള്ള മോളുകളിലും ഒക്കെ ലഭ്യമാണ്. ഇൻഗ്രീഡിയൻസ് ആയാലും ഇത് ഉണ്ടാക്കാനുള്ള ഉപകരണങ്ങളായാലും. അന്നൊക്കെ ഇത് ഭയങ്കര പാടുള്ളൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പെന്നവിടെ കുത്തിക്കാണും. ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല അപ്പാന്ന് വിചാരിച്ചു. ഞാൻ അന്നൊക്കെ വിചാരിക്കും ചേച്ചിക്ക് വല്ല സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കിയാൽ പോരെയെന്ന്. മാജിക് ഓവൻ കണ്ടിട്ട് വേണം എന്തെങ്കിലും ഒന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചിരുന്നു. എനിക്ക് ഇതുവരെ ഒരു പരീക്ഷണം നടത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. അന്ന് അതിൽ പറഞ്ഞ ഡിഷസൊക്കെ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി, അതും യൂട്യൂബ് നോക്കിയിട്ട്. ഇപ്പം ആ ചേച്ചി എവിടെയാണാവും? കൈരളി ടി വിയിൽ ഇപ്പോഴും അങ്ങനെ ഒരു പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുന്നുണ്ടോ ആവും. നിങ്ങളിങ്ങനെയുള്ള കുക്കറി പ്രോഗ്രാംസ് കാണാറുണ്ടായിരുന്നോ ചെറുപ്പത്തിൽ? നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.